പിന്നെ ബാബുസ്വാമി എനിക്ക് വർഷങ്ങൾ കൊണ്ട് അറിയാം. അദ്ദേഹം എന്റെ ക്ഷേത്രത്തിൽ വന്നിട്ടുണ്ട്. ഈ നാഗ ചേച്ചി, നാഗമ്മ അല്ലല്ലോ, നാഗ ചേച്ചിനെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ഭയങ്കര ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരുടെ സംസാര രീതിയും നല്ല വെടിപ്പിന്, ഈ ആക്കാനും ഊക്കാനും മനോമാരും നല്ല വെടിപ്പിന് നല്ല തെറിയെന്ന് പറയും. അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ചില സമയത്തൊക്കെ പുള്ളിക്കാരിയുടെ വീഡിയോസൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരിച്ചിരിച്ച് ചാവും. അതായത് ഇപ്പം തെറി കേൾക്കണോണ്ടാണോ അല്ലെങ്കിൽ തെറിയായിട്ട് പറയുന്നതുകൊണ്ടാണോ എന്ന് സംശയമുണ്ട്. അല്ലാത്ത പക്ഷം ഭയങ്കരമായ കോമഡി ഒന്നുമല്ല. അതായത് ആ സ്ഥാനത്ത് ഇട്ടിട്ട് നല്ല ഡയലോഗ് പറയാറുണ്ട്. ഇപ്പോൾ പുള്ളിക്കാരിയുടെ കുറച്ച് വീഡിയോസൊക്കെ വന്നിട്ടുണ്ട്, നിങ്ങൾ കണ്ടിട്ടില്ല, ഒന്ന് പോയി കാണണം കേട്ടോ. നല്ല വെറൈറ്റിയാണ്. സ്വാമിമാരെ വെച്ചിട്ട് ഈ സ്വാമിമാരൊക്കെ എവിടെ നിന്ന് ഇങ്ങനെ വരുന്നതെന്നുള്ളതാണ്. ഇവനൊക്കെ ആരാണ്, എവിടെ നിന്ന് വരുന്ന സ്വാമിമാരാണ്? ഞാൻ നോക്കിയപ്പോൾ സുന്ദരൻ, അതിസുന്ദരൻ, ആ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. നേരിട്ട് കാണുവാണ്. സ്ട്രോങ് ആയിട്ടുള്ള, പവർഫുൾ ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ എന്നെ ഉൾക്കൊള്ളാൻ കഴിയുള്ളൂ. അത് ഇദ്ദേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എന്തായാലും നിങ്ങൾ വീഡിയോയിൽ കണ്ടോ ആ മറ്റേ കത്തി വേഷം, മറ്റേ അപ്പുക്കുട്ടന്റെ വേഷം ഇട്ട പുള്ളി സ്വാമി. ഈ സ്വാമിക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന സ്വാമിയാണ്. നമ്മുടെ നാഗചേച്ചിനെ നന്നായിട്ട് ഉൾക്കൊണ്ടൊരു സ്വാമിയാണ്. ആ സ്വാമിയുടെ സാധനങ്ങളൊക്കെ കണ്ടു, ഇങ്ങനെയൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെയൊക്കെ കാണിച്ചിട്ട്. പക്ഷെ എൻ്റെ മോനെ എന്ത് വെറൈറ്റി ഐറ്റംസ് ഒക്കെ അല്ലേ. ഒരുപാട് പേര് ഈ പരിപാടി കാണാനൊക്കെ വന്നിരിപ്പുണ്ട്. ചിലപ്പോൾ ഭക്തരായിരിക്കും. ഇത്രയും ഭക്തി എനിക്കറിയില്ല, ഇത് ഇങ്ങനെ ഭക്തിയൊക്കെ എവിടെ നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. എന്തായാലും സ്വാമിമാരാണ് കേട്ടോ, ആരും മോശമായിട്ടൊന്നും പറയരുത്. പക്ഷേ കാണാൻ നാഗചേച്ചിയുടെ ഒരു പ്രസംഗമൊക്കെ ഉണ്ട്, നല്ല രസമാണ് കാണാൻ. സോഷ്യൽ മീഡിയയിൽ എവിടെ തപ്പിയാലും കിട്ടും. അതുകൊണ്ട് ഉറപ്പായിട്ടും കാണണം, കാണാതിരിക്കരുത്. വളരെ എൻ്റർടൈനിങ് സാധനമാണ്.